വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. ബഹിരാകാശത്ത് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ സുനിത വില്യംസ് എങ്ങനെ മടങ്ങി വരും? ഉത്തരവുമായി നാസ. വെറും 8 ദിവസത്തെ ബഹിരാകാശവാസത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ സുനിത വില്യംസിന്റെയും സഹയാത്രികനായ ബെച്ച് വിൽമോറിന്റെയും ബഹിരാകാശവാസം സാങ്കേതിക പ്രശ്നങ്ങളെ 2.5 മാസം പിന്നിട്ടിരിക്കുകയാണ്. മടക്കി യാത്രയിൽ പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഈ കാലതാമസം പല ആശങ്കകളും ചോദ്യങ്ങളും ആളുകളുടെ മനസ്സിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇരുവരെയും വിജയകരമായി ഭൂമിയിലേക്ക് തിരികെ എത്തിക്കാൻ എന്ത് പദ്ധതിയാണ് നാസയ്ക്കുള്ളത്? ബഹിരാകാശ നിലയത്തിൽ ഇവർ സുരക്ഷിതരാണോ? അമിതമായ ഓക്സിജനും ഭക്ഷണവും മറ്റും സന്നാഹങ്ങളും അവിടെ ഉണ്ടോ? ബഹിരാകാശ നിലയത്തിൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഇവർ എന്തു ചെയ്യും എന്നതടക്കം സാധാരണക്കാരുടെ മനസ്സിൽ പലതരം ചോദ്യങ്ങളും നിറയുന്നുണ്ട്. ഇവരുടെ തിരിച്ചുവരവിലുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബഹിരാകാശ നിലയത്തിൽ അടിയന്തര സഹായം ഉണ്ടായാൽ എന്താണ് സംഭവിക്കുന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് നാസ. സ്റ്റാർലൈനർ തന്നെ ശരണം. എമർജൻസി അഥവാ അടിയന്തര സാഹചര്യത്തിൽ സുനിതയും ബെച്ച് വിൽമോറും ഉടനടി ബഹിരാകാശ നിലയം വിടുമെന്നും സ്റ്റാർലൈനർ തന്നെയാണ് നിലവിൽ അതിന് അവർക്കുള്ള പ്രധാന മാർഗമെന്നും അമേരിക്കൻ ബഹിരാകാശ ഏജൻസി വ്യക്തമാക്കുന്നു. എന്നാൽ ഇപ്പോൾ അത്തരത്തിൽ അടിയന്തരമായി അവരെ തിരികെ എത്തിക്കേണ്ട സാഹചര്യമില്ലെന്നാണ് നാസ പറയുന്നത്. ഇരുവരെയും തിരികെ എത്തിക്കുന്നതിൽ തീരുമാനമെടുക്കും മുമ്പ് സ്റ്റാർലൈനർ പേടകത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ അധിക സമയം ഉപയോഗിക്കുകയാണെന്നും നാസ വ്യക്തമാക്കുന്നു. എന്താണ് സ്റ്റാർലൈനർ പേടകത്തിന്റെ തകരാറ്? ജൂൺ 5-ന് വിക്ഷേപിച്ചത് മുതൽ പല സാങ്കേതിക പ്രശ്നങ്ങളും പേടകത്തിൽ ഉണ്ടായി. 5 ഹീലിയം ചോർച്ച, ട്രസ്റ്റർ പരാജയം, പ്രൊപ്പല്ലറ്റ് വാൽവ് പൂർണ്ണമായും അടയാതിരിക്കൽ എന്നിവയാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കാര്യമായ ശ്രമവും പരീക്ഷണങ്ങളും ആവശ്യമാണ്. ആയതിനാൽ തന്നെ ഇത് പരിഹരിച്ചതിനു ശേഷമേ സുനിത വില്യംസും ബെച്ച് വിൽമോറും തിരികെ ഭൂമിയിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. സ്റ്റാർലൈനറിന് ഇവരെ സുരക്ഷിതരായി കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്റ്റാർലൈനർ പേടകത്തിന് സുനിത വില്യംസിനെയും ബെച്ച് വിൽമോറിനെയും സുരക്ഷിതരായി ഭൂമിയിൽ എത്തിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗണിൽ ഇവരെ തിരികെ എത്തിക്കും. ഇത് നിലവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഡോക്ക് ചെയ്തിരിക്കുകയാണ്. അടിയന്തര ഘട്ടത്തിൽ കൂടുതൽ സഞ്ചാരികൾക്ക് ഇതിൽ ഇടമുണ്ടാകും. എങ്കിലും ഇപ്പോൾ അത്തരമൊരു സാഹചര്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ലെന്നും സ്റ്റാർലൈനറിൽ ഇവരെ തിരിച്ചെത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നാസ കരുതുന്നത്. സ്റ്റാർലൈനർ ദൗത്യത്തിന്റെ പ്രാധാന്യം. നാസയെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർലൈനർ ദൗത്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കും അവിടെ നിന്നും ഭൂമിയിലേക്കും ബഹിരാകാശ യാത്രക്കാരെ എത്തിക്കാനുള്ള മികച്ച മാർഗമാണ് സ്റ്റാർലൈനർ എന്ന് ഉറപ്പിക്കാനുള്ള നാസയുടെ അന്തിമ പരീക്ഷണം കൂടിയാണ് സുനിത ഉൾപ്പെടുന്ന സ്റ്റാർലൈനർ ദൗത്യം. ഇത് വിജയിച്ച സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗണിനൊപ്പം ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന അമേരിക്കയിലെ 2ാമത്തെ ബഹിരാകാശ പേടകമാകും സ്റ്റാർലൈനർ. ഭാവി ദൗത്യങ്ങൾക്കും ബഹിരാകാശ നിലയത്തിൽ സ്ഥിരമായ മനുഷ്യ സാന്നിധ്യം നിലനിർത്തുന്നതിനും ഇത്തരം പേടകങ്ങൾ അത്യാവശ്യമാണ്. സുനിതയും വിൽമറും മടങ്ങുക മസ്കിന്റെ പേടകത്തിൽ. ഇരുവരുമില്ലാതെ സ്റ്റാർലൈനർ തിരിച്ചെത്തുമെന്നാണ് ഇപ്പോഴത്തെ വാർത്ത. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത വില്യംസിനെയും ബെച്ച് വിൽമോറിനെയും നിലവിലെ സാഹചര്യത്തിൽ തിരികെ കൊണ്ടുവരുന്നത് അപകടമേറിയ ദൗത്യമാണെന്ന് നാസ. ഇരുവരുമില്ലാതെ ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ ഭൂമിയിലേക്ക് തിരിക്കും. അടുത്ത വർഷം ഫെബ്രുവരിയോടെ ഇരുവരെയും തിരിച്ചെത്തിക്കുക. ഇതോടെ 8 ദിവസത്തേക്ക് നിശ്ചയിച്ച ദൗത്യം 8 മാസത്തോളം നീളും. സെപ്റ്റംബർ ആദ്യത്തോടെ സ്റ്റാർലൈനർ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനാണ് ശ്രമമെന്നും നാസ അറിയിച്ചു. തിരിച്ചെത്തുന്ന സ്റ്റാർലൈനറിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ബോയിങ്ങും നാസയും ശേഖരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.